സംസ്ഥാനത്ത് ഇത്തവണയെങ്കിലും എയിംസ് അനുവദിക്കുമോ എന്നതാണ് കേന്ദ്ര ബജറ്റിൽ കേരളം ഉറ്റുനോക്കുന്നത്. എയിംസ് ലഭിക്കാൻ എല്ലാ യോഗ്യതയും ഉണ്ടെന്നാണ് സംസ്ഥാന സർക്കാർ നിലപാട്. ആരോഗ്യ മേഖലയിൽ നേരത്തെ ആവശ്യപ്പെട്ട പദ്ധതികൾ ഇത്തവണ അനുവദിക്കുമെന്നും സംസ്ഥാനം പ്രതീക്ഷിക്കുന്നുണ്ട്. വികസിത രാഷ്ട്രങ്ങളോട് കിടപിടിക്കാവുന്ന ആരോഗ്യ നേട്ടങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്തിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. നമുക്കൊന്നേ പറയാനുള്ളൂ, ഇത് കേരളത്തിൻ്റെ ന്യായമായ ഒരു ആവശ്യമാണ്. കേന്ദ്ര ഗവൺമെൻറ് ആ ആവശ്യം ഗൗരവമായി പരിഗണിക്കണം. ഏറ്റവും വേഗതയിൽ ഇനിയും കാലതാമസം വരുത്താതെ എയിംസ് കേരളത്തിന് അനുവദിച്ച് നൽകണം എന്നാണ് കേന്ദ്ര ആരോഗ്യ വകുപ്പിനോടും കേന്ദ്ര ഗവൺമെൻറ്റിനോടും സംസ്ഥാനത്തിന് അഭ്യർത്ഥിക്കാനുള്ളത്. കേരളത്തിന് എയിംസ് കാലങ്ങളായി സംസ്ഥാനം കേന്ദ്രത്തോട് ഉന്നയിക്കുന്ന പ്രധാന ആവശ്യങ്ങളിലൊന്നാണ്. ഓരോ കേന്ദ്ര ബജറ്റിലും പ്രതീക്ഷയോടെ കാത്തിരിക്കുമെങ്കിലും നിരാശ മാത്രമായിരുന്നു ഇതുവരെയുള്ള അനുഭവം. എയിംസിന് തത്വത്തിൽ അംഗീകാരം നൽകാൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ധനമന്ത്രാലയത്തോട് ശുപാർശ ചെയ്തിട്ടുണ്ട്. എയിംസ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം നടത്തുന്നതും തുക വകയിരുത്തുന്നതും ധനമന്ത്രാലയമാണ്. ഈ ബജറ്റിലെങ്കിലും അനുകൂല തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കേരളം. എയിംസ് സാക്ഷാത്കരിക്കാനുള്ള നടപടികളുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്കടുത്ത് കിനാലൂരിൽ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ സംസ്ഥാന സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. തലശ്ശേരിയിലെ മലബാർ ക്യാൻസർ സെന്ററിനെ രാഷ്ട്രീയ ആരോഗ്യനിധി പദ്ധതിയുടെ ഭാഗമാക്കുക, കണ്ണൂരിൽ അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ സ്ഥാപനം ആരംഭിക്കുക എന്നീ ആവശ്യങ്ങൾ കേരളം നേരത്തെ തന്നെ കേന്ദ്രത്തിനു മുന്നിൽ അവതരിപ്പിച്ചവയാണ്. ഇവയും ഇതേവരെ പരിഗണിക്കപ്പെട്ടിട്ടില്ല. ആരോഗ്യ മേഖലയിലെ നഴ്സുമാർ, ലാബ് ടെക്നീഷ്യന്മാർ എന്നിവർക്കായി അന്താരാഷ്ട്ര ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കാൻ സാമ്പത്തിക സഹായവും കേന്ദ്ര ബജറ്റിൽ കേരളം പ്രതീക്ഷിക്കുന്നു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.